നല്ല ബെസ്റ്റ് തടികൾ. നിന്റെ അമ്മാവന്റെ യോഗം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടുവെക്കുന്നത്. വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും 1 രൂപ പോലും കടം മേടിക്കാത്ത ഞാനാണ് ഇപ്പോ ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ. കപ്പ, വാഴക്കൊല തുടങ്ങിയ ഫലവർഗാദികൾ മോഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോഷണം. ഇത് വെറും മോശ. അധികാരത്തിൽ ഇരിക്കുന്നവർ വരെ കോടികൾ അടിച്ചു മാറ്റുന്നില്ലേ? ആദ്യമായതുണ്ടായി മനപ്രയാസം. ഇനി അങ്ങോട്ട് ശീലമായിക്കോളൂ. അപ്പൊ എല്ലാരും കൂടി എന്നെ കള്ളനാക്കി അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ? രാജയോഗത്തിന് വിധി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത്. അകത്ത് കിടക്കാനാണ് വിധിയെങ്കിൽ അതും അനുഭവിച്ചേ കഴിയും. അങ്ങനെ ഞാൻ അകത്ത് പോകുന്നെങ്കിൽ അത് നിന്നെ കൊന്നിട്ടായിരിക്കും. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ നിന്റെ കശ്മലൻ അമ്മ അവനെ കൊന്നേച്ചു വാ. ഇതൊക്കെ ആരെങ്കിലും കാണുമെന്ന് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഈ പാതിരക്ക് ഏത് തെണ്ടിയാ ഉറക്കളച്ചിതൊക്കെ കാണാനിരിക്കുന്നത്? അതെന്താ അവനെ പേടിപ്പിച്ചതാ? ഞാനാ സാക്ഷി. നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവൂ. നീ എന്ത് കണ്ടെന്നാ? ലോറി, തടി, പോലീസ്, ജയില്. എനിക്കൊരു പണിയായി. എന്നാ വരട്ടെ സാറന്മാരെ. ദേവൻ രക്ഷപ്പെട്ടു. പിടിച്ചോ. അവനെവിടെ പോയി? വിടല്ലേ? എന്റെ പുറകെ ഓടാ. നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അവനെ വിട്ടാ പറ്റില്ല. പിടിച്ചോ. എന്നെ അങ്ങനെ കിട്ടത്തില്ല. എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരു ആശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തടി മോഷ്ടിച്ചു, വിറ്റു. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതെന്റെ കണ്ണിൽ തന്നെ പെട്ടു. പോട്ടെ. കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ. ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല പാചകമാണല്ലോ. ഉർമീസിന് മുമ്പ് കുശിനിപ്പണിയായിരുന്നോ? ഇപ്പൊ കുശിനിപ്പണിയാണ്. മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം. അത് പോകെ പോകെ സാറിന് മനസ്സിലായിക്കോളും. തിരുമനസ് ഞണ്ണുക. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഇത് കൊട്ടാരമാണ്. പച്ചക്കറികളെ പാടുള്ളൂ. കടിച്ചു പറിക്കുന്നൊന്നും പാടില്ല. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ, മാനേജ് ചെയ്തോളാം. ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും. എന്റെ കർത്താവേ, പേടിക്കണ്ട. ഞാനൊരു അക്ഷരം പറയത്തില്ല. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ? അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് കാണിക്കാതിരിക്കുമോ? അത് പഴഞ്ചോറായില്ലേ? പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്. അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നതല്ലേ? അതെ. എന്താ ചുമ്മാ? എന്ത് ചുമ്മാ? വെറും ചുമ്മാ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ടേക്ക് മാറിയിരുന്നേ. മതി ശേഖരൻ. ഒത്തൊരുമ. ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹ. സാറ് തിന്നട്ടെ. എന്റെ അപ്പൂപ്പ മോനെ, നീ വന്നോടാ എന്റെ മോനെ. നീ എപ്പോഴും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പൂപ്പന് ഒരു രസവുമില്ല. അതുകൊണ്ടല്ലേ അടിക്കടിക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. എങ്ങനെയുണ്ട് കൊട്ടാരത്തിലെ ജീവിതം? ഒന്നും പറയണ്ട അപ്പൂപ്പ. കൊട്ടാരത്തിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടാ. ഞാൻ നിന്റെ കൂടെ കൊട്ടാരത്തിൽ വന്നാൽ എന്താ എന്ന് ആലോചിക്കുക. നിനക്കൊരു കൂട്ടുമാവോ? എനിക്കിപ്പോ അവിടെയുള്ള കൂട്ടൊക്കെ തന്നെ ധാരാളമാ. അതിലൊരുത്തന്റെ കട്ടയും പടവും ഇന്നോ നാളോ ഞങ്ങൾ മടക്കാം. അതായതാ? ഒരു പ്രേതം. ഇരട്ട കൊലപാതകം നടന്ന സ്ഥലമല്ലേ? അതിലൊരു പ്രേതം. ഒക്കെ പറയാം, വാ. ആരടാ ഒന്ന് മനസ്സമായിട്ട് മൂത്തൊഴിക്കാൻ സമ്മതിക്കില്ലോ? ഇവിടെ വേണം. നിന്നെ ഞാൻ സമാധാനമായിട്ട് ഇരുത്താം. അയ്യോ, തമ്പുരാനായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അവന്മാരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ ഇപ്പൊ അവരുടെ അടുത്ത് കൂടിയല്ലേ? അയ്യോ, കൂടിയതല്ല, കൂടി പോയതാ. യക്ഷികളി തീറ്റി എന്ന് കരുതി സാക്ഷി സദാനന്ദൻ തോറ്റ് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക. എന്നിട്ട് എണ്ണത്തിന് പുറത്തിറക്കാം. അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒന്നേ. പിന്നൊരു കാര്യം, ഇതിൽ എന്റെ കൈയുണ്ടെന്ന് അവരറിയരുത്. അത് ഞാൻ ഏറ്റു. എന്നാ ബാക്കി ഒഴിച്ചോട്ടെ. അനന്താ, അനന്താ, ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ. അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ?
ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഫലിതബിന്ദു വെക്കാനല്ലേ ഞാൻ വന്നത്. കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനൊരു കക്ഷിയുടെ ഒപ്പിച്ചോണ്ട് വന്ന റമ്മ നശൂലെ നക്കിക്കൊണ്ടിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണത്തടിച്ചു. പോരാത്തതിന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. ഇന്ന് ആ തെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി പുഴയിൽ ഒഴുക്ക് ഞാൻ. ഇതിന് ഒത്തീർപ്പുണ്ടാക്കാൻ വന്നാൽ നീ ഒന്നടിച്ചോ. അവൻ നിന്നെ ഇതേപോലെയാണ് അടിച്ചത്. അവൻ നിന്നോട് ഓംലെറ്റ് അടിക്കാൻ പറഞ്ഞോ? ഇന്ന് അവനെ പീസ് ആക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. എന്നാ തുടങ്ങാം. വാ, പോ. അയ്യോ, കൈ. എത്ര നേരമാണോ പറഞ്ഞിട്ട്? 2 തടിയന്മാരിവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടായി തരാൻ പറ്റില്ലെന്ന് വെച്ചാ ചെത്തകളെ. തുടങ്ങിക്കോ. വാടാ, വാ. ലോറി, തടി, പോലീസ്, കോടതി, ജയില്. തുടങ്ങിക്കോ. എന്ത്? ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളാൻ. ഉണ്ണീസേ, പച്ച ഉള്ളി അരിയാം. എന്റെ കർത്താവേ. വാടാ, തകിട, തകിമി. തകിട. അയ്യോ, ഓംലെറ്റ് വേണ്ട. ഗുഡ് മോർണിംഗ്. ആരാ? ഞാൻ സദാനന്ദൻ, കൊട്ടാരത്തിലെ റിസീവറുടെ PA. ഇത് കുറച്ച് പായസം. ഇന്നെന്റെ പിറന്നാളാ. അയ്യോ, വേണ്ടിയിരുന്നില്ല. അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത്? ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട്, ഉർമീസ്. പേര് ഉർമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാരച്ചിട്ടയിൽ തന്നെ. എന്താ പേര്? രോഹിണി. നക്ഷത്രവും അത് തന്നെയാവും അല്ലേ? അല്ല, മകം. മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്തൊരു യോജിപ്പ്. ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത്? അതെ, അതിനൊന്ന് പൂരമല്ലല്ലോ, ആയില്ലല്ലേ? അതെ, ആയില്യാണ്. എന്നാ പൂരവുമാണ്. ഇപ്പൊ ഈ നാളുകൾക്കൊന്നും ഒരു സ്ഥിരതയും ഇല്ലാണ്ടായി. രാഷ്ട്രീയക്കാരെ പോലെ എപ്പോ വേണമെങ്കിലും കാര്യം പറയാതെ പിടിച്ചാട്ടെ. പാത്രം ഇപ്പത്തെ. വേണമെന്നില്ല. അബദ്ധമായല്ലോ. ഇവളീ നാളി കയറി പിടിക്കുന്ന ആരുണ്ട്? വേറെ നമ്പർ ഇടാം. ഇങ്ങനെ പോയാലേ അവൻ റിസീവറും വക്കീല് ഗുമസ്തനുമാകും. ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു. നാളെ അവൻ പോയസൺ ഉണ്ടാക്കി നമുക്ക് തരും. നനഞ്ഞടം നോക്കി കുഴിക്കുക അവൻ, കൊഴുത്തുരുമ്പ്. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്കങ്ങോട്ട് സൂഹിക്കുന്നില്ല. ഒരലവലാളിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും? അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകളും. അവന്റെ ജാതകത്തിലും ചിലപ്പോൾ രാജയോഗം കാണുമായിരിക്കും. അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ്. അത് നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തി അടിക്കണം. എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ, ഇന്ന് ഞാൻ തന്ന പായസം പായസമേ അല്ല, എന്റെ പ്രേമത്തിന്റെ സിമ്പലാണ്. എന്റെ സതുവേട്ടാ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ ഡും 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 എന്ന് അലയടിക്കുകയാണ്. പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന 2 കശ്മലന്മാരുണ്ട് ഇവിടെ. ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ്. തീപ്പട്ടി ഉണ്ടോ? ഒന്ന് പോടോ. ഉണ്ടെങ്കിൽ കൊടുക്കണോ? അയ്യടാ. ഈശോയെ, അനക്കമില്ല. അവൻ ചത്തു. സിസ്റ്റർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. സ്കാൻ റിപ്പോർട്ട് കിട്ടിയാലേ എന്തെങ്കിലും പറയാനൊക്കൂ. ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതെ. എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത്? അതെ. ഒരു രോഗിയെ കൊണ്ടുവന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണമെന്ന് അറിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. സിസ്റ്റർ, കൂടുതൽ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ? തട്ടിപ്പോവോ? ബോധം കെട്ട് കിടക്കുക. ഒരു ഓർലിക്സ് തരുവോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ബോധം വീണു. ഞങ്ങളുടെ ബോധം പോയി. ഇവന് പണ്ടേ തലയ്ക്ക് സുഖമില്ലാത്തവനാ. പ്രാന്ത് നിന്റെ തന്തയ്ക്ക. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ചേക്കണം. ഒരു കാരണവശാലും ഇവന് ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. ഭയങ്കര ശല്യക്കാരനാ. പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ. ആണോ? എങ്കിൽ ഞാൻ ഏറ്റു. ആ
ഏറ്റു. ദാ ഗ്രാമഫോണേ, ഇതാ വീണ ഫോണേ, വിലപിടിപ്പുള്ള സാധനങ്ങളാ. ഓസിന് കിട്ടിയതാന്നേരി നശിപ്പിക്കല്ലേ. ഓ, അതിന്റെ ഒരു നീളം. കൊട്ടാരത്തിന്റെ ഒരു ഭാഗം വെളുത്തു തുടങ്ങി. എന്നിട്ടും അമ്മാവന്റെ കറുത്ത മനസ്സ് വെളുക്കുന്നില്ലല്ലോ. എന്തൊരു മനുഷ്യനാ. ഉറുമിസേ, ഈ ലോഡും കൊണ്ട് പോകുമ്പോ അമ്മാവന്റെ അടുത്ത് പറഞ്ഞേക്കണം, മേലാ ലോറി ഇങ്ങോട്ട് അയക്കരുതെന്ന്. ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് മടുത്തു. കണക്കൊക്കെ ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിച്ചേക്കണം. ഓഹോ. എടാ കള്ള, പട്ടാപ്പഴി നിലവിളക്ക് വെക്കുന്നോ? തന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് അനുഭവം ചോദിക്കാതെ കയറാൻ? ഉറുമിസേ, എന്റെ അമ്മാവനാ. അല്ല, യവൻ കരുതി പല രാജാവുമായിരിക്കുന്നല്ലേ? അല്ല, കൊട്ടാരം വിദൂഷകനാണെന്ന് വിചാരിച്ചു. ഇവനാരാ മനസ്സിലായില്ല? എന്റെ ഗുമസ്തനാ ഉർമീസ്. എനിക്കൊരു സഹായത്തിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ ആശാൻ നല്ലൊരു കുക്കും കൂടിയാ. കുക്ക് നിന്റെ ഈ അമ്മാവന് എന്താ പറഞ്ഞേ? ഈ ബുക്ക് അമ്മാവന് കൊടുക്കട്ടെ ചോദിച്ചാ. അമ്മാവൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വന്നപ്പോ നിങ്ങളെ ആരും ഇവിടെ കണ്ടില്ല. എന്നാ പിന്നെ ഈ കൊട്ടാരൊക്കെ ചുറ്റിടന്ന് കണ്ടേക്കാവുന്നത്. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. എല്ലാം നല്ല ഉരുപ്പടികളാണ്. ഈ മച്ചൊക്കെ പഴയ തേക്കിന്റെ കാതല. ഈട്ടിയാ? ഈട്ടിയാണോ? ഞാൻ പറഞ്ഞില്ലേ ഈട്ടി തന്നെ ആയിരിക്കും. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് ഭരണം? കുഴപ്പമില്ല, ഈ മാസം നല്ലൊരു തുക സർക്കാരിലേക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പൊ എന്റെ ശുപാർശ മോശമായില്ല. വരുമാനം ഇനിയും വർദ്ധിപ്പിക്കണം. അത് നമുക്കൊരു അന്തസ്സ. ഞാനുമായിട്ട് ഈ സ്ഥാനത്തിന് പിടിവലി ഉണ്ടാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി എനിക്ക് 4 വർത്തമാനം പറയണം. ഞാനും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അമ്മാവ. ഞാനും. നീ ശ്രമിക്കണ്ട. ഇല്ലേ, ഈ ഒരു ചായട്ടുണ്ടോ? അമ്മാവന് പോകാൻ ധൃതിയുണ്ട്. വിത്തൗട്ടല്ലേ? കണ്ടാൽ അറിയാം വിത്തൗട്ടാണെന്ന്. ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നോട് വിശദമായിട്ടൊരു കാര്യം സംസാരിക്കാനാ. ഇനി അതങ്ങോട്ട് വെച്ച് കിട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സുഗന്ധി എന്ത് പറഞ്ഞു അമ്മാവ? ഇത്തരം കാര്യങ്ങളെ പറ്റി അവളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ചെയ്യുന്നൊക്കെ അവക്ക് വേണ്ടിട്ടല്ലേ. അവൾ എതിർപ്പൊന്നും പറയില്ല. ചായ റെഡി. ചൂട് ലേശം കുറവാ. അസല് ചായ, നല്ല കൈപ്പുണ്യം. ഈ തിരുവായ്മൊഴി മുദ്രപത്രത്തിൽ എഴുതി തരാവോ? ഗുമസ്തപ്പണി ഇല്ലെങ്കിൽ അവിടെ ഒന്ന് കുക്കായിട്ടെങ്കിലും നിൽക്കാമല്ലോ. അപ്പൊ നമുക്ക് എപ്പോ ആലോചിക്കാം? ആലോചിക്കാം. ഇവിടെ അത് അമ്മയും അപ്പൂപ്പനൊക്കെ ആയിട്ടൊന്ന് തീരുമാനിച്ചിട്ട്. ഇത്തരം കാര്യങ്ങളിൽ വൃദ്ധജനങ്ങളെ വലിച്ചഴക്കണോ? നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആവാം. ഇന്ന് രാത്രിയോ? അതിന് ചില ഒരുക്കങ്ങളൊക്കെ ഇല്ലേ അമ്മാവ? പിടിപിടിന്ന് ചെയ്യേണ്ട കാര്യമാണോ? എന്തോന്നൊരുക്കം? ഒരു ലോറി പിടിക്കണം, 2 ചുമട്ടുകാരെയും വിളിക്കണം. ചുമട്ടുകാരോ? ടൗണിലുള്ള നമ്മുടെ ഹോട്ടലിന്റെ പണി ഏതാണ്ട് തീർന്നു വരികയാണ്. അപ്പൊ ഇന്ത്യൻ ഡെക്കറേഷനും മറ്റുമായിട്ട് വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത്? അതെങ്ങനെ ശരിയാവും അമ്മാവ? എന്താ ശരിയാകാത്തത്? ഈ കണ്ട ത്യാഗമൊക്കെ സഹിച്ച് നിന്നെ ഇവിടുത്തെ റിസീവർ ആക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു? സർക്കാരിനെ നക്കാപ്പിച്ച സിറ്റിംഗ് ഫീസ് മേടിക്കാനോ? എടാ, ഒരു കേസ് 100 രൂപയ്ക്ക് കിട്ടിയവരോടാ നിനക്ക് ഇതിന്റെ 10 ഇരട്ടി. ഇത് നിയമവിരുദ്ധം അമ്മാവ, അല്ലേ ഓർമ്മിസേ? IPC 304. എന്നാൽ എന്നോട് അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. കൊട്ടാരം വക സാധനങ്ങൾ ഓസിനടിച്ചു മാറ്റുന്നത് നിയമവിരുദ്ധം. യാതൊരു മാനദണ്ഡവുമില്ലാതെ മരങ്ങൾ മുറിച്ചു നിൽക്കുന്നത് പ്രകൃതി വിരുദ്ധം. എന്നാലും നാറാമോൻ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ. എന്തെങ്കിലും അവിഹിതം നടത്തിയാലേ വിഹിതം കൈവരൂ. വക്കീലിന് ബുദ്ധിയില്ലെങ്കിലും ഗുമസ്തന് ബുദ്ധിയുണ്ട്. കിട്ടാവുന്ന അത്ര ഇവിടുന്ന് അടിച്ചു മാറ്റണം. ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാവാ. ഇവിടെയുള്ള സാധനങ്ങളും തടികളൊക്കെ സർക്കാർ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളതാ. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട സമാധാനം പറയേണ്ടത് ഞാനാ. അതിന് സമാധാനം പറഞ്ഞ വഴികളൊക്കെ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നിയമം ഉണ്ടാക്കിയപ്പോ തന്നെ അതിന്റെ പരിധികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൂപ്പ് ഹോൾസ്. നേരത്തെ പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നും മുതലാളി. എന്നെ അങ്ങയുടെ ഗുമസ്തനായിട്ട് നിയമിക്കണം. അതിന് ഞാൻ വക്കീലല്ലല്ലോ. വക്കീലല്ലെങ്കിലും സാധാരണ വക്കീലന്മാരെ പോലെ വെറും കീലല്ലല്ലോ. നിയമത്തിന്റെ വക്രതകൾ അറിഞ്ഞുകൂടാത്തവരുടെ കൂടെ നിന്ന് ഞാൻ മടുത്തു. മടുക്കണ്ട, ഇവന് വേണ്ട വക്രതയൊക്കെ പറഞ്ഞു കൊടുത്ത് നീ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കോ. അനന്ത, ആദർശം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇല്ലാത്തവന്റെ മുതലൊന്നും അല്ലല്ലോ, സർക്കാരിലേക്ക് കണ്ടുകെട്ടിപ്പോകേണ്ട മുതലല്ലേ. പോയിന്റ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്റെ നേട്ടത്തിന് വേണ്ടിയല്ല. ഉണ്ടുപടുത്തവൻ എന്തിനാടാ ഉരുള? എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നിനക്കൂടി അവകാശപ്പെട്ടതാണ്. ലോറിയും പണിക്കാരും ഇന്ന് രാത്രി ഇവിടെ എത്തും. സാധനങ്ങൾ നിറച്ച വണ്ടി ഇവിടുന്ന് വിടണോ അതോ കാലിവണ്ടി വിടണോന്ന് നീ തീരുമാനിക്കുക. അതെ. ഓ, എന്തൊരു മഹാൻ. പിന്നെ ഒരാളെ ഒരു ദിവസം ഒരു പ്രാവശ്യം തൊഴുതാ മതി.
മരുമോൻ എന്നെയും കാത്തിരിക്കുകയായിരിക്കും അല്ലേ? അമ്മാവനിപ്പോ ഇങ്ങോട്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഹ, ആവശ്യം എന്റേതായി പോയില്ലേ? ഒരുപാട് ജോലി തിരക്കുണ്ടല്ലേ, പിന്നെ അല്പം മറവിയും. മറവി ഇദ്ദേഹത്തിന് പണ്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റ ലോ പോയിന്റ്സും വക്കീലിന് ഇപ്പൊ ഓർമ്മയില്ല. എന്നാലേ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. അനന്തരവനെ അനന്ത, അമ്മാവൻ നിന്നോടൊരു കാര്യം പറയാം. ഈ കോടികൾക്കിടയിൽ നിന്നും ഇത്ര ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല, ആർക്കൊരു നഷ്ടവുമില്ല. ഛേദമില്ലാത്തവന്റെ മുതൽ ഈ നാണമില്ലാത്തവൻ നക്കുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ, ഇരനക്കിപ്പട്ടിയുടെ ചെറുതക്കിപ്പട്ടി പറഞ്ഞവിടെ തന്നെ. ഓ, തിരിച്ചടിച്ചു. അമ്മാവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹും, എല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ലാഭമില്ലാത്തൊരു ബിസിനസിനും കുറുപ്പ് പണം അറിയാറില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. കേസില്ല വക്കീലായിരുന്ന നിന്നെ ഈ കൊട്ടാരത്തിന് റിസീവർ ആക്കിയത് കുറിപ്പിന് ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. അപ്പോഴേ നീ എന്റെ മകൾക്ക് കൊടുത്ത എല്ലാ പ്രേമലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല തന്ത. സുഗന്ധിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീയാണ് എന്റെ ജീവിതത്തിന്റെ സുഗന്ധം, സുഗന്ധിയില്ലെങ്കിൽ ഈ അനന്തേട്ടൻ ആത്മഹത്യ ചെയ്യും പോലും. നീ എന്റെ മുമ്പിൽ തലകുണിച്ച് നിൽക്കുന്നത് ജാളിത കൊണ്ടാണ്. പണവും ഭർത്താവും ഇല്ലാതെ ഈ നാട്ടുകാരുടെ മുമ്പിൽ തലകുണിച്ച് നിൽക്കാൻ എനിക്ക് അല്പം ജാളിതയുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു, അതങ്ങ് എത്തിയില്ല. മനഃപൂർവ്വം മറന്നതാണെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. അതല്ല ഓർത്തിട്ടും മറന്നതാണെങ്കിൽ എനിക്കും പലതും മറക്കേണ്ടി വരും. വണ്ടി എടുക്കടാ. കുന്തം വിഴിഞ്ഞോടെ നിൽക്കാതാരെന്താ? അന്തപുരത്തിന്റെ അടിത്തറ അടിയോടെ പിഴുതെടുത്ത് കൊടുത്ത് സുഗന്ധിയെ സ്വന്തമാക്കി സുന്ദരമായി ജീവിക്കുവാനെന്താ? തന്തയ്ക്ക് പറഞ്ഞവനാടാ ഞാൻ. ഇനി ഈ കൊട്ടാരത്തിന്റെ അടുത്തറ തോണ്ടോടാ. ഞാൻ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. എന്നാത്തിനാ ഇങ്ങനെ കുരങ്ങിയെത്ത കാക്കാലിനെ പോലെ കിടക്കുന്നു? നിരാശാകാമുകന്റെ റോൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസം ആയല്ലോ. അവൾക്ക് അനന്തനോട് ഉള്ളി തട്ടിയ സ്നേഹം ഉണ്ടായിരുന്നില്ല, ഇറങ്ങി വന്നേനെ. സ്നേഹത്തിന്റെ മുമ്പിൽ നാരായണക്കുറുപ്പല്ല, സാക്ഷാൽ ഉദയനക്കുറുപ്പായാലും ഒരു പ്രശ്നമല്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. നിനക്കത് നിസ്സാരമായിട്ട് പറയാം. കുട്ടിക്കാലത്ത് തുടങ്ങിയ ബന്ധമാ, അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂടാ? മറക്കണം. അനന്തനോടുള്ള സ്നേഹം അവൾ ഒരു കളിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ചന്ദ്രിക്ക് രമണനോടുണ്ടായിരുന്ന പോലെ ഒരു ലവ്, ശരിയല്ലേ? IAS കാരന് വക്കീലിനേക്കാൾ വിലയുണ്ട്. അതെന്താ അനന്തം മനസ്സിലാക്കാത്തത്? വിട്ടുകള വക്കീലേ, വല്ലം വന്ന് കഴിക്കാതോ? കർത്താവേ, അവൻ തട്ടിപ്പോയെന്നാ തോന്നുന്നു. IPC 302. നീ അകത്തായത് തന്നെ. ഈ ബോഡി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ ബോഡി പറഞ്ഞിട്ട് ഓ, അപ്പൊ പാര പറഞ്ഞിട്ടാണ് ജീവൻ പോയത്. ആരാ ജീവൻ? നിന്റെ അച്ഛൻ. അനന്തപത്മനാഭൻ, ഉർമീസ് അങ്ങനെ രണ്ടുപേരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങളല്ലേ? ഉർമീസ് ഇവൻ തന്നെ. അനന്തൻ ഇവൻ തന്നെ. ഞാൻ അടുത്ത കുരിശ്. എന്താടോ നിങ്ങളിങ്ങനെ നോയിക്കൊണ്ടിരിക്കണേ എന്തിന്? ഇന്ന് ഒരുപാട് മരണം നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഞങ്ങൾക്ക് പോകണം. പണം എടുക്കി. പണം ഓസനോട് എത്തിക്കാൻ അയാൾ എന്നെ മറ്റണ്ടി ഒന്നുമല്ലോ. അല്ല പിന്നെ ശരി ശരി, തനിക്ക് പണമല്ലേ വേണ്ടത്? എത്രയാ? 300. ഒരു 100 ഞാൻ. ഇത് പിന്നെ എന്തിനാ? കുപ്പിയല്ല, എല്ലാം നമ്മുടെ പടലേക്ക് കെട്ടിവെച്ചിട്ടാണല്ലോ ഈ കാലമാടം ചത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശവം കത്തിക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ശവം എവിടെ പോയാവോ? ഇനി അവന്റെ ബോഡി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? എഴുന്നേറ്റ് സെമിത്തേരിയിലേക്ക് നടന്നു പോയതായിരിക്കും. തമ്മാടിക്കുഴി തൊലിഞ്ഞ കാമഡി പറയാതെ മുഖംമൂടി ഐഡിയ പറഞ്ഞു തന്നെ നീയല്ലേ? കൊലക്കുറ്റവാ. രണ്ടുപേരും ചേർന്ന് സമാധാനം പറയേണ്ടി വരും. ആംബുലൻസ് സെറ്റിൽ ചെയ്ത് അയച്ചോ? പ്രായമല്ല, ഞാൻ ചത്തിട്ടില്ല. ഡിസ്ചാർജ് ചെയ്യുമ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. 3-4 തവണ ആശുപത്രിക്കാരെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം തന്നെ ഇപ്പൊ ഔട്ട് ഓഫ് ഓർഡർ. അതെനിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചിങ്ങ് പോന്നു. 1 മാസത്തെ ബെഡ് റെസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. വേണ്ടി വരും. കുണ്ടിയും കുത്തി വീണതല്ലേ? ഞാൻ സ്വന്തമായിട്ട് വീണതല്ലോ, പേടിപ്പിച്ച് തള്ളിയിട്ടതല്ലേ. പദശ്രമമാ, വകുപ്പ് വേറെയാ. ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. ഇപ്പൊ മൂസമ്പി ജ്യൂസ് കുടിക്കേണ്ട സമയമാ. പുഴിഞ്ഞോണ്ട് വാടോ. പറഞ്ഞത് കേട്ടില്ലേ? പുഴിഞ്ഞു കൊടുക്ക. പുഴിഞ്ഞു കൊടുക്ക, ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ ചോര പുഴി. എനിക്കും കൂടി പുഴിഞ്ഞോണ്ട് വാ എന്ന് പറയാനല്ലേ? വേറെ ആളെ നോക്കി കീലേ. എന്താ അയ്യോ, നമുക്ക് പുഴിഞ്ഞു കളിക്കാം. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞ പോലായി നമ്മുടെ അവസ്ഥ. ഈ കൊട്ടാരമായിട്ടൊന്ന് ഇഴുകി ചേർന്ന് വരികയായിരുന്നു. ഇനി ഇപ്പൊ മഹാഗണിയും ചന്ദനോർമ്മയും ചുമ്മാ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇന്ന് മുതൽ അവന്മാർ കളി തുടങ്ങും. എന്റെ സെബസ്ത്യാനോസ് പുണ്യാളാ, കുറച്ചു കാലം കൂടി ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ കടാക്ഷിച്ചാൽ
അറുത്തുങ്കൽ പള്ളി കടപ്പുറം മുതൽ പള്ളി തിണ്ണവരെ ഈ ഉറുമി സുരുണ്ടോളാമേ. ഇത് എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ബാക്കിയുള്ള 1 കിലോമീറ്റർ ഉരുളാമെന്ന് നേർന്നു. തിരുപ്പതി പോയി തല മൊട്ടയടിക്കാമെന്നെങ്കിലും പറക്കില്ലേ? മിണ്ടരുടാ. ഈ കെട്ട് എപ്പ അഴിക്കാം? എനിക്ക് തോന്നുമ്പോ അഴിക്കും. ആകാരക്കാര്യത്തിൽ ഒരു നിയന്ത്രണോ വേണ്ടെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്തിനാ ഈ കഞ്ഞി? ഇറച്ചി മീനും മുട്ടയൊക്കെ ആവാലോ. ചാവാൻ കിടക്കണവന് എപ്പോഴും ആർത്തി കാണും. 3 നേരവും ചുട്ട പപ്പടവും ചമ്മന്തിയും ഉപ്പില്ലാത്ത കഞ്ഞിയും മാത്രമേ കൊടുക്കാവൂന്ന ഡോക്ടർ പറഞ്ഞത്. വേറൊന്നും കഴിക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വപ്പം വിഷം കൂടി ചേർത്ത് തരാം. ആ പൂതി മനസ്സിലിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബെഡ് റെസ്റ്റ് ഞാൻ ഒഴിവാക്കാം. നാളെ മുതൽ ഭക്ഷണം ചായക്കടയിൽ. പക്ഷെ ഒരു കാര്യം, പുറത്ത് നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ തടിയുടെ കാര്യം ഞാൻ നാട്ടുകാരെടുത്ത് പറഞ്ഞു പോയെന്നിരിക്കും. എന്റെ കർത്താവെ, ചതിക്കരുത്. ഞാൻ എന്ത് വേണേലും ഉണ്ടാക്കി തരാം. എന്നാത്താ ഉണക്ക നെത്തോലി ചുട്ടോണ്ട് വാ. ഓ. അത് കടിച്ച് കഞ്ഞി കുടിക്കാൻ നല്ല രസമാ. നെത്തോലി ചുട്ടോണ്ട് വരാം. ഇത് ഞങ്ങളെ ചൂടാതിരുന്നാ മതി. കെട്ടഴിക്ക്. കെട്ടഴിക്കാറായോ? ആ കെട്ടഴിക്കണോ? അവിനാശം. ആരാ? മനസ്സിലായില്ല. ഞാൻ നന്ദനവർമ്മ. എങ്ങനെ വർമ്മ? നന്ദനവർമ്മ ആ. കൊല്ലപ്പെട്ട തമ്പുരാട്ടിയുടെ ഇളയ സഹോദരൻ. അതുകൊണ്ട് തന്നെ ഈ പാരസിന്റെ ഏറ്റവും അടുത്ത അവകാശി. IPC 102. അവകാശം ആർക്കാണെന്ന തർക്കം കോടതിയിലാണല്ലോ. സാറ് വന്നത് ഇവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോന്ന് അറിയാൻ. 2 പഴയ ക്ലോക്കുകൾ കൃത്യമായി നടക്കുന്നില്ല. ബാക്കിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് അവകാശമുള്ള മുതലിനെ കുറിച്ച് എനിക്ക് ആദ്യം കാണാതിരിക്കോ? റിസീവർമാര് ഭരിച്ച് നന്നാക്കിയ ചരിത്രമല്ല, നശിപ്പിച്ച ചരിത്രം എന്ന് വരെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കാണും, പക്ഷെ ഞങ്ങൾ അത്രക്കാരല്ല. We are Mr. Cleans. ചക്കരക്കുടം കണ്ട അരിക്കാത്ത ഈച്ചകളുണ്ടോ? അരിക്കാത്ത ഈച്ച ആഫ്രിക്കയിലുണ്ട്. മണിയനീച്ച ഉർമീസേ, ഇല്ലേ? എന്തെങ്കിലും അവിഹിതം നടന്നു എന്നറിഞ്ഞാ ഞാൻ വേണ്ടത് ചെയ്യും. മഹാദേവർമ്മയ്ക്കും നാരായണക്കുറിപ്പിനും മാത്രമല്ല, എനിക്കുണ്ട് മുകളിൽ പിടി. പിടി മുറുക്കി പിടിച്ചോടെ. കൈവിട്ടാ താഴെ പോകും. അതുകൊണ്ട് പിടിച്ചോണ്ടേ ഇരി. തമ്പുരാൻ ധൈര്യമായിട്ട് പോവാ. നിങ്ങൾ അവകാശികളെ ഭരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ ഭരിക്കും, ലാഭം ഉണ്ടാക്കും. അത് സർക്കാരിലേക്ക് 1 പൈസ പോലും വെട്ടിക്കാതെ അടക്കുകയും ചെയ്യും. ആ, അങ്ങനെ തന്നെ നടന്നാ കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇറങ്ങാം. ഇനി എപ്പ കേറും? അയ്യോ കർത്താവേ. താങ്ക് യു സർ. അനന്തം പറഞ്ഞോണ്ടേ നടക്കുന്നു. ഇല്ലെങ്കിൽ നന്ദനവർമ്മയുടെ സുന്ദരമർമ്മ ഞാൻ ഇടിച്ച് പിഴിഞ്ഞു കലക്കി. ഒന്നും മിണ്ടാതിരിയടാ മഞ്ഞപ്രകാരം മാപ്പിളെ. ഒന്നുമില്ലെങ്കിൽ അവർ ഈ കൊട്ടാരത്തിന്റെ അവകാശികളാ. രാജഭരണമൊക്കെ പോയെങ്കിലും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. സോ വി ഹാവ് ടു റെസ്പെക്ട് ദം. സോറി സർ. നിന്റെ ഒരു ഒടുക്കലത്തെ പഴം. മാറി വലത് മാറി നിന്ന് തിരിഞ്ഞമർന്ന് വലിഞ്ഞൊഴിഞ്ഞ് ഈ അടവ് പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെയോ? ഞാൻ സ്വല്പം നേരത്തെ ഒഴിച്ചതാ. അത് ഒഴിയാൻ എന്റെ കർത്താവേ, തല കൊയ്യരുത്. അയ്യോ അനന്തേട്ടാ, എന്താ ഇത്? എന്റെ കർത്താവേ, അങ്കക്കലി മൂത്ത് തല കൊയ്യാൻ നിന്നപ്പോഴാണല്ലോ സുഗന്ധി വന്ന് തലയിട്ടത്. നീ പേടിച്ചു പോയോ? ഞാൻ ഇവനെ കുറച്ച് നല്ല അടവുകൾ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ വാളും കത്തിയും കൊണ്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട. ഇതുവരെ തമാശന് വേണ്ടിട്ടല്ലേ. നിങ്ങളിങ്ങനെ സംസാരിച്ച് കേൾക്കാതെ എന്റെ തല കൊയ്യി. ഞാൻ പോയി കുളിക്കട്ടെ. നീ പോയി വേഗം കുളിക്ക് ഉർമീസ്. ഓ അതെ ഉർമീസേ, 2 ചായയും കൂടി എടുത്തോ. കുളിച്ചിട്ട് ചായ ഇടണോ? ചായ ഇട്ടിട്ട് കുളിക്കണോ? കുളിച്ചോണ്ട് ചായ ഇട്. ഓക്കെ. ഓടോ. നീ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണ്. ഞാനിപ്പോ വരാം. എങ്ങനെയുണ്ട് കൊട്ടാരൊക്കെ ചുറ്റിക്കണ്ട? അയ്യോ, ഇത്രയും വലിയ കൊട്ടാരത്തില് അനന്തേട്ട ഒറ്റയ്ക്കാ താമസിക്കുന്നേ? എന്റെ കൂടെ ആ പിശാശുണ്ട്. ചായ റെഡി. വിളിച്ച് കൂവണ്ട, ഹോട്ടലല്ല. നിന്നോട് ആരാ കൊണ്ട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? വക്കീലല്ലേ പറഞ്ഞ ചായ ഇട്ടുകൊണ്ടുവരാൻ? ഇടാനല്ലേ പറഞ്ഞോളൂ, കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, ചായ ഇടാൻ പറയുമ്പോൾ കൊണ്ടുവരാൻ പറയുമ്പോ കൊണ്ടുവരണം. വേണം. എനിക്ക് രോഗം മനസ്സിലായി. ഞാനിപ്പോ കൊട്ടാരത്തിലെ കട്ടുറുമ്പായി മാറിയല്ലേ? സാറേ, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടാത്തൊരു ചൊല്ലുണ്ടറിയോ? അയ്യേ, ഈ ചായയിൽ എന്തോ സോപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. കുളിച്ചോണ്ട് ചായ ഇട്ടാ പിന്നെ സോപ്പല്ലാതെ സോഡ ചോദിക്കൂ. ഞാൻ വക്കീ